ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാമത് വാക്യം. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ എന്നുള്ള വചനമാണ്. യാക്കോബ് അപ്പോസ്തലൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, നാം കേൾക്കുന്ന കാര്യങ്ങൾ വളരെ ശാന്തതയോടും ക്ഷമയോടും വേഗത്തിലും നാം അത് കേൾപ്പാനായിട്ട് മനസ്സുള്ളവരായി തീരണം എന്നുള്ളതാണ്. ക്രിസ്ത്യാനികൾക്കുള്ള 7 അതിപ്രധാനമായ ചിന്തകൾ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 1, കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം. 2, സംസാരിപ്പാൻ സാവധാനതയുള്ളവരായിരിക്കണം. 3, കോപത്തിന് താമസമുള്ളവരായിരിക്കണം. 4, എല്ലാ അഴുക്കും വിട്ടുകളയണം. 5, ദുഷ്ടതയുടെ എല്ലാ ആധിക്യവും വിട്ട് ഒഴിയണം. 6, സൗമ്യതയോടെ വചനം സ്വീകരിക്കണം. 7, വചനം പാലിക്കുന്നവരായി നാം തീരണം എന്നുള്ള പദമാണ്. ഈ വാക്കുകൾക്കകത്ത് നാം ശ്രദ്ധിക്കേണ്ടതും നാം കരുതേണ്ടതുമായ 7 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. എങ്കിലും യാക്കോബ് അപ്പോസ്തലൻ 1:19 ഓർമ്മപ്പെടുത്തുന്നത്, കേൾപ്പാൻ വേഗതയും പറവാനും കോപത്തിനും താമസവുമുള്ളവരായി നിങ്ങൾ ഇരിക്കണം എന്നുള്ളതായ വാക്കുകൾക്കകത്ത് കേൾക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കുവാനും പറഞ്ഞയാൾ പറഞ്ഞതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഗ്രഹിപ്പാനും നിങ്ങൾക്ക് കഴിയുന്നതിന് മുൻപ് നിങ്ങൾ ഉത്തരം പറയുവാനും നിങ്ങൾ കോപിഷ്ഠരാകുവാനും ഇടയായിത്തീരുന്നു എങ്കിൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലുള്ള ചില വഴികളിൽ നമ്മെ എത്തിക്കുവാൻ ഇടയാകും എന്നുള്ളതായ വാക്കുകളാണ്. കായിനെ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്ന് താൻ മനസ്സിലാക്കി പെട്ടെന്ന് താൻ വിചാരമില്ലാത്തവനായിട്ട് താൻ സഹോദരനോട് കയർക്കുവാനും തൻ്റെ കോപത്തിൻ്റെ ഫലമായി ഹാബേലിനെ താൻ കൊന്നുകളയുവാനും ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. എന്നാൽ അല്പമൊന്ന് നിൽക്കുകയും, എന്തുകൊണ്ടാണ് എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്, എനിക്കും അടുത്തൊരാവർത്തി ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിച്ച് ദൈവപ്രസാദം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് ഉത്തരം പറയുവാനും പെട്ടെന്ന് കോപിക്കുവാനും ഇടയാകാതിരുന്നിരുന്നെങ്കിൽ കായീൻ ഇത്രമാത്രം വലിയൊരു വിപത്തിൽ ചെന്നെത്തുകയില്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് അപ്പോസ്തലനും പറയുന്നത്, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ വളരെ ശാന്തമായി കേൾക്കുകയും നിങ്ങൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ശേഷം മാത്രമേ കോപിക്കുവാനും ഉത്തരം പറയുവാനും പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ പരാജയത്തിനും വീഴ്ചകൾക്കും അത് കാരണമായി തീരും എന്ന പദമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കേൾക്കുന്നത് മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് കേട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നതിന് മുൻപ്
പ്രത്യുത്തരം പറയുവാനും കോപിക്കുവാനും നമുക്കിടയായി തീരരുത്. അങ്ങനെ സംഭവിക്കപ്പെടുന്നെങ്കിൽ അത് നമ്മെ പരാജയത്തിലേക്കും വീഴ്ചയിലേക്കും കൊണ്ടെത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ കേൾപ്പാൻ വേഗതയുള്ളവരും പറവാനും കോപത്തിന് താമസമുള്ളവരുമായി നമുക്ക് ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കാം. അതിനെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിപ്പാനും അത് വേഗത്തിൽ കേൾപ്പാനും ഞങ്ങൾ പറയുവാനും കോപിക്കുവാനും വളരെ താമസിച്ച് ചെയ്യുന്നവരുമായി തീരേണ്ടതിനും ആ തലത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലതയോടെ നിലനിൽപ്പാൻ കഴിയേണ്ടതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നന്മ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.